നമ്മുടെ കിണറ്റിൽ ഒരു പൂച്ച വീണാൽ എന്താണ് സംഭവിക്കുക? പൂച്ചയെ എങ്ങനെയെങ്കിലും കരയ്ക്കു കയറ്റാനുള്ള ശ്രമമായിരിക്കും പിന്നീട്. ഇതാ ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് അക്ബർ കക്കട്ടിൽ രചിച്ച രസകരമായ കഥ കിണറ്റിൽ വീണ പൂച്ചയെ എങ്ങനെ കയറ്റാം. കിണറ്റിൽ വീണ പൂച്ചയെ എങ്ങനെ കയറ്റാം? യോഗം തുടങ്ങുന്നതിനുള്ള സമയമാകാറായി. സംഘാടകർ എത്തിക്കഴിഞ്ഞു. ഞാൻ കുളിച്ചൊരുങ്ങുകയാണ്. പെട്ടെന്നാണ് ഉമ്മ വാതിൽക്കൽ. മോനെ, നമ്മുടെ കിണറ്റിൽ ഒരു പൂച്ച വീണു. കുളിക്കുന്നതിനിടയിൽ എന്തോ ശബ്ദം കേട്ട പോലെ തോന്നിയിരുന്നു. അതിതായിരിക്കും സംഭവം. ഞാൻ കുപ്പായക്കുടുക്കുകൾ ഇട്ടുകൊണ്ട് ഉമ്മയുടെ പിറകെ നടന്നു. കിണറ്റിൻകരയിലെത്തിയപ്പോൾ ഉമ്മ ചൂണ്ടിയ ഭാഗത്തേക്ക് നോക്കി. വെള്ളത്തോട് ചേർന്ന് കിടക്കുന്ന പടവിൽ ഒരു മാളത്തിൽ അതാ പൂച്ച. പൂച്ച ഞങ്ങളെ തന്നെ ഭയത്തോടെ നോക്കിക്കൊണ്ട് മ്യാവൂ ശബ്ദം പുറപ്പെടുവിക്കുന്നു. എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ നിസ്സഹായതയോടെ ഞാൻ ഉമ്മയുടെ മുഖത്ത് നോക്കി. ഉമ്മയുടെ മുഖത്ത് ചിരി. ഈ ഭാഗത്ത് കഥാകൃത്തിനെ ഒരു സാംസ്കാരിക യോഗത്തിൽ പ്രസംഗിക്കാനായിട്ട് സംഘാടകർ ക്ഷണിക്കാൻ വന്നിരിക്കുകയാണ്. ഈ സമയത്താണ് കഥാകൃത്തിൻ്റെ ഉമ്മ കിണറ്റിലൊരു പൂച്ച വീണിട്ടുണ്ട് എന്ന് പറയുന്നത്. അങ്ങനെ കഥാകൃത്തും ഉമ്മയും കൂടി കിണറ്റിനരികിൽ ചെന്ന് കിണറ്റിലേക്ക് നോക്കുമ്പോൾ പൂച്ച മ്യാവൂ ശബ്ദം ഉണ്ടാക്കിയിട്ട് അവിടെ കരയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിസ്സഹായതയോടെ കഥാകൃത്ത് നിൽക്കുന്നതായിട്ടാണ് ഈ ഭാഗത്ത് പറയുന്നത്. ഇന്നെക്കൊണ്ട് ഒന്നിനും ആവൂല, പ്രസംഗിക്കാനല്ലാതെ വേറെന്തറിയാം എനിക്ക്. എൻ്റെ പെണ്ണുങ്ങളുണ്ടെങ്കിൽ ഒരു വഴി ഓള് കാണുമായിരുന്നു. എനിക്കാണെങ്കിൽ ശരിക്ക് കണ്ണും പിടിക്കൂല. ഭാര്യ അതിരാവിലെ തന്നെ അവളുടെ പറമ്പിൽ പണി നടക്കുന്നത് കൊണ്ട് അങ്ങോട്ട് പോയിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ അവൾ വരാൻ കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചിലല്ലേ. എന്താണൊരു പരിഹാരം? ഉമ്മ തന്നെ പരിഹാരം പറഞ്ഞു. ഇന്നെ പ്രസംഗിക്കാൻ വിളിക്കാൻ വന്നോരില്ലേ, ഓലെ വിളിക്ക്. അതൊരു ബുദ്ധിയാണെന്ന് എനിക്കും തോന്നി. കാസിമും അനന്തനുമൊക്കെ വരാന്തയിലുണ്ട്. അവരോട് വിവരം പറയാം. എന്നാൽ പുറപ്പെടുകയല്ലേ? എന്നെ കണ്ടതും കാസിം ചോദിച്ചു. ഒരു ചെറിയ പ്രശ്നമുണ്ട് കാസിമേ. ഞാൻ വിഷയത്തിലേക്ക് വന്നു. ഇവിടുത്തെ കിണറ്റിൽ ഒരു പൂച്ച വീണു. ഈ ഭാഗത്ത് കഥാകൃത്തിനെ കൊണ്ട് ഒന്നും ആവില്ല പ്രസംഗിക്കാനല്ലാതെ എന്നാണ് ഉമ്മ പറയുന്നത്. കൂടാതെ ഈ പ്രശ്നത്തിനുള്ള പരിഹാരവും ഉമ്മ തന്നെയാണ് പറയുന്നത്. പ്രസംഗിക്കാൻ വിളിക്കാൻ വന്ന ആനന്ദനെയും കാസിമിനെയും ഈ ദൗത്യം ഏൽപ്പിക്കാമെന്നാണ് ഉമ്മ പറയുന്നത്. പൂച്ചയോ? എപ്പോ? അനന്തന് ജിജ്ഞാസ. ഞങ്ങളെല്ലാവരും കിണറ്റിൻകരയിലേക്ക് നടന്നു. മീറ്റിംഗ് തുടങ്ങേണ്ട സമയമായി. ഇനിയിപ്പോൾ പൂച്ചയെ പുറത്തെടുക്കാതെ ആളെ വിളിച്ചിറക്കുന്നത് ശരിയല്ലല്ലോ. അനന്തൻ കാസിമിനോട് ഒച്ചയുയർത്താതെ പറയുന്നത് കേട്ടു. എനിക്കത് ഒരാശ്വാസമായി. ഇവർ പൂച്ചയെ കരകയറ്റിയിട്ടേ അടങ്ങൂ. എനിക്ക് ഉമ്മയുടെ മുമ്പിലും ഭാര്യ വന്നാൽ അവളുടെ മുമ്പിലും ഒരു നിലനിൽപ്പായി. അല്ലെങ്കിൽ ഭാര്യയുടെ വക ഒരു ഇതുണ്ടാകും. വിവരമറിഞ്ഞ അനന്തനും കാസിമും അങ്ങനെ പൂച്ചയെ പുറത്തെടുക്കാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങുകയാണ്. ഒരു പൂച്ച കിണറ്റിൽ വീണിട്ട് അതിനെ പുറത്തെടുക്കാൻ വയ്യാത്ത നിങ്ങളാണോ ഈ നാട്ടിൽ സംസ്കാരമുണ്ടാക്കാൻ നടക്കുന്നത്? സാംസ്കാരിക നായകൻ പോലും. കുട്ടികളും ചിരിക്കും. പൂച്ചയെ എങ്ങനെ കരകയറ്റാം? തിയറി എനിക്കറിയാം, പക്ഷെ പ്രാക്ടിക്കൽ, അതാണ് വിഷമം. അത് പക്ഷേ ഭാര്യയോട് എങ്ങനെ പറയും? എനിക്കറിയാവുന്ന തിയറിയിൽ ആദ്യത്തേത് പ്രാക്ടിക്കലാക്കാൻ നോക്കുകയാണ് കാസിം. അയാൾ തൊട്ടി കിണറ്റിലിട്ട് പൂച്ചയെ തൊട്ടിക്കകത്താക്കാനുള്ള ശ്രമത്തിലാണ്. പൂച്ചേ, നീ രക്ഷപ്പെട്ടോ എന്ന മട്ടിലാണ് ഞങ്ങളെല്ലാവരുടെയും നിൽപ്പ്. പൂച്ചയാകട്ടെ, നിങ്ങൾ എന്നെ അപായപ്പെടുത്തുകയാണോ എന്ന മട്ടിലാണ് ഞങ്ങളെ നോക്കുന്നതും ഭയന്ന് ഇടതടവില്ലാതെ കരയുന്നതും. അങ്ങനെ കാസിം ഒരു തൊട്ടി കിണറ്റിലിട്ട് പൂച്ചയെ രക്ഷിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ മാടിയിലിരുന്ന് പുറത്തേക്ക് തലയിട്ടിരുന്ന പൂച്ച തൊട്ടി അരികിലേക്ക് നീങ്ങിയപ്പോൾ പതുക്കെ തല ഉള്ളിലേക്ക് വലിച്ചു.
കാസിമിൻ്റെ ശ്രമം വിജയിക്കുന്നതില്ലെന്നു കണ്ട് അനന്തന് ഒരു കൈ നോക്കണമെന്നായി. നീ നിൽക്കുന്ന ആ പൊസിഷൻ ഒന്ന് മാറി നോക്കിയാൽ ചിലപ്പോ. അയാൾ തൊട്ടി വാങ്ങി തെല്ലപ്പുറത്ത് നിന്ന് ഉത്സാഹം തുടങ്ങി. തൊട്ടി കൊണ്ട് പൂച്ചയെ തല്ലുന്ന രീതിയിലായി അനന്തൻ്റെ നീക്കം. പൂച്ച പിടഞ്ഞ് വെള്ളത്തിൽ വീണു. അത് വേവലാതിയോടെ ഒന്നു നീന്തി വീണ്ടും മാടി പറ്റി. വെള്ളത്തിൽ വീണ് പൂച്ച നേരത്തെ മാടിയിൽ അഭയം തേടിയതാവും. ഇപ്പോൾ വീണ്ടും വെള്ളത്തിൽ വീണു. രോമം വെള്ളത്തിലായിട്ടുണ്ടാവുമെന്ന് തീർച്ചയാ. കാസിമിനോടും അനന്തനോടുമൊപ്പം ഉണ്ടായിരുന്ന മൂന്നാമൻ, അയാളെ എനിക്ക് നല്ല മുഖപരിചയമുണ്ടെങ്കിലും പേര് ബാബു എന്നാണെന്ന് മനസ്സിലാവുന്നത് പൂച്ചപിടുത്തത്തിനിടയിലാണ്. ബാബുവും എന്നെപ്പോലെ ഒരു തിയറിക്കാരനാണെന്ന് തോന്നുന്നു. ഭാവം കൊണ്ടും ചലനം കൊണ്ടും വാക്കുകൊണ്ടും കാസിമിനെയും അനന്തനെയും പ്രോത്സാഹിപ്പിക്കാനല്ലാതെ സ്വന്തം നിലയിൽ ഒന്നും ചെയ്യാൻ ആളിനെ ഒക്കുന്ന ഒരു സൂചനയും ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നീട് കാസിമിന് ശേഷം അനന്തനും പൂച്ചയെ രക്ഷിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പൂച്ചരോമം വെള്ളത്തിലായാൽ പള്ളവേദനയ്ക്ക് വേറെ എവിടെയും പോണ്ട. ഉമ്മയ്ക്ക് ബേജാറ്. കിണറൊന്നു നന്നായി മുക്കിയാൽ മതി. അനന്തൻ: അത് വേണോ? ഉമിയോ കരിക്കട്ടയോ കുമ്മായമോ ഇട്ട് ഒന്ന് ശുദ്ധീകരിച്ചാൽ പോരെ? എൻ്റെ വക. ഇതൊക്കെ ചെയ്യാൻ പൂച്ച കരയ്ക്കെത്തണ്ടേ സർ? കാസിം എന്നോടായി തുടർന്നു. ഒരു കണ്ണാടിക്കുട്ട കിട്ടിയാൽ ചിലപ്പം പൂച്ച കയറുമായിരിക്കും. ഇവിടെ കണ്ണാടിക്കുട്ട ഉണ്ടോ? ഉദ്ഘാടകനെ ക്ഷണിക്കാൻ പോയവർ എത്താൻ താമസിച്ചതുകൊണ്ട് സമ്മേളന സ്ഥലത്തു നിന്നും ചിലർ തിരക്കി വരാൻ തുടങ്ങിയിരുന്നു. എനിക്ക് വലിയ പ്രയാസവും തമാശയും തോന്നി. ഇതിനകം ഞാൻ എത്രയോ യോഗങ്ങളിൽ പങ്കെടുത്തു. ഇന്ന് വരെ യോഗത്തിന് പുറപ്പെടാൻ തുടങ്ങുമ്പോൾ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ഈ യോഗമാണെങ്കിൽ വീടിന് വളരെ അടുത്തും. സൂക്ഷ്മമായി യോഗസ്ഥലത്തു നിന്നുള്ള പാട്ടു കേൾക്കാം, അല്ലെങ്കിൽ കവിത. എൻ്റെ വീട്ടിൽ കുറേയധികം ആളുകളെ കണ്ട അയൽക്കാരും ഇങ്ങോട്ടേക്ക് വരാൻ തുടങ്ങി. കിണറും പരിസരവും പതുക്കെ ആളുകളെ കൊണ്ട് നിറയുകയായി. പടിഞ്ഞാറേ വീട്ടിലെ ഖാദർ കണ്ണാടിക്കുട്ടയുമായി എത്തി. അയാൾ കയറിൽ നിന്ന് തൊട്ടിയഴിച്ച് കുട്ട കെട്ടി കിണറ്റിലിട്ടു. കാസിമും അനന്തനും ബാബുവും ഇപ്പോൾ ചിത്രത്തിലില്ല. പുതുതായെത്തിയവരുടെ കോർട്ടിനാണിപ്പോൾ പന്ത്. കാസിമും മറ്റും വല്ലാതെ അക്ഷമരാണെന്ന് എനിക്ക് മനസ്സിലായി. അവർ ഇടയ്ക്കിടെ വാച്ച് നോക്കുന്നുണ്ട്. യോഗം വളരെ വൈകുന്നു. പൂച്ച പുറത്തു കടന്നുമില്ല. പഠിച്ച പണി 18 നോക്കിയിട്ടും പൂച്ച കുട്ടയിൽ കയറുന്നില്ല. ഇതിനകം അത് പലകുറി വെള്ളത്തിൽ വീഴുകയും മാളം പറ്റുകയും ചെയ്തിരിക്കുന്നു. പൂച്ച ക്ഷീണിച്ചിട്ടുണ്ട്. പൂച്ചയുടെ ശബ്ദവും ക്ഷീണിച്ചിട്ടുണ്ട്. ഒരു എക്സ്പെർട്ട് ഇല്ലാത്തതാ പ്രശ്നം. ഉണ്ടായിരുന്നെങ്കിൽ 10 പൂച്ചയെ പുറത്തെടുക്കാനുള്ള സമയമായി, ബാബു ആത്മഗതം പോലെ പറഞ്ഞു. എനിക്കും അങ്ങനെ തോന്നുന്നുണ്ടായിരുന്നു. ഒരു വിദഗ്ധൻ്റെ അഭാവം തന്നെയാണ് പ്രശ്നം. സമ്മേളന സ്ഥലത്തുള്ള മുഴുവൻ പേരും മുഖ്യാതിഥിയുടെ വീട്ടിലെ വിശേഷമറിഞ്ഞ് എൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അവർ ഉന്തിയും തള്ളിയും കിണറ്റിലെ കാഴ്ച കാണാൻ തിടുക്കപ്പെടുന്നു. കുട്ട കുറച്ചുകൂടി പൂച്ചയ്ക്കടുത്തേക്ക് പിടിക്ക്, കൂട്ടത്തിലാരോ പറഞ്ഞു. അങ്ങനെ പൂച്ചയെ ഇതുവരെ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ പല പ്രാവശ്യം വെള്ളത്തിൽ വീഴുകയും മാളം പറ്റുകയൊക്കെ ചെയ്ത പൂച്ച വളരെയധികം ക്ഷീണിച്ചിട്ടുണ്ട്. അങ്ങനെ വീണ്ടും പൂച്ചയെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുവരെ കുട്ടയും ചുഴറ്റി വിഷമിച്ചു നിൽക്കുകയായിരുന്ന ഖാദർക്കതൊരു പിടിവള്ളിയായി. എന്നാൽ നീയൊന്ന് പിടിച്ചു നോക്ക്. ഖാദർ കയറ് കുഞ്ഞിക്കണാരന് കൈമാറി. കുട്ടയിൽ കുറച്ച് ചോറും മീനുമിട്ട് കൊടുത്താൽ പൂച്ച കയറും, ആരോ വിളിച്ചു പറഞ്ഞു. ഒരു എലിയെ പിടിച്ച് കുട്ടയിൽ കെട്ടിയിട്ടാൽ മതി, അതാ നല്ലത്. മറ്റൊരാളുടെ വക. എന്നാൽ താൻ പോയി എലിയെയും പിടിച്ചു വാടോ. സാംസ്കാരിക സമ്മേളനം സമയത്തിന് തുടങ്ങാനാവാത്തതിൽ ഏറെ അസ്വസ്ഥപ്പെടുന്ന ഗാനമേളയുടെ മാനേജർ പറഞ്ഞു. സാംസ്കാരിക സമ്മേളനം കഴിഞ്ഞിട്ട് വേണം ഗാനമേള തുടങ്ങാൻ.
അതിനുശേഷം ഇന്നു തന്നെ മറ്റൊരു പ്രോഗ്രാമുണ്ട്. ഉമ്മ എവിടെ? ഇതിനിടയിൽ ഞാൻ ഉമ്മയെ നോക്കി. ഉമ്മയെ കാണാനില്ല. ഉമ്മ അടുക്കളയിലേക്ക് പിൻവലിഞ്ഞിരിക്കുകയാണ്. പൂച്ചക്കാരൻ ജനകീയ പ്രശ്നമായ നിലയ്ക്ക് തനിക്കിനി ഇതിൽ കാര്യമില്ലെന്ന് ഉമ്മ കരുതിക്കാണും. അങ്ങനെ ആൾക്കാരുടെ ഓരോരുത്തരുടെയും വക പല പല അഭിപ്രായങ്ങളും വന്നു തുടങ്ങി. കുട്ടയിൽ ചോറും മീനും വെച്ചു കൊടുക്കാൻ പറഞ്ഞു. അതുപോലെ തന്നെ എലിയെ പിടിച്ച് കുട്ടയിൽ കെട്ടിയിട്ടാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ പല പല അഭിപ്രായങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കിണറ്റിലിറങ്ങാൻ പറ്റിയ ആരെങ്കിലും ഒന്ന് കിണറ്റിലിറങ്ങി പൂച്ചയെ പിടിച്ച് കുട്ടയിലിട്ടാൽ നമുക്ക് വേഗം സമ്മേളനം നടത്താം. കാസിം അനന്തനോട് അടക്കം പറഞ്ഞു. വീണ്ടും കാസിമും അനന്തനും ബാബുവും സജീവമാകുകയായിരുന്നു. അനന്തൻ ഒരു പാന്തോൻ കുടുക്കുമായി പൂച്ചയുടെ എതിർദിശയിലെ പടവിലിറങ്ങി നിന്നു. അയാൾ കുരുക്ക് പൂച്ചയുടെ കഴുത്ത് ലക്ഷ്യമായി എറിയുകയാണ്. പൂച്ച ഒറ്റച്ചാട്ടം. പേടിച്ചരണ്ട അനന്തനും വെള്ളത്തിൽ. ഇപ്പോൾ രണ്ടുപേരും നീന്തുകയാണ് പരസ്പരം രക്ഷപ്പെടാൻ. ഒടുക്കം ധൈര്യം സംഭരിച്ച അനന്തന്റെ ശ്രമം സഫലമായി. കഴുത്തിൽ കുരുക്ക് വീണ പൂച്ച ഇതാ കുട്ടയിൽ. കാസിം പൊക്കിക്കൊണ്ടുവന്ന കുട്ടയിൽ നിന്നും ആത്മരക്ഷാർത്ഥം പൂച്ച കരയിലേക്കെടുത്തു ചാടി. ആൾക്കൂട്ടത്തിനിടയിലൂടെ ഓടി മറഞ്ഞത് നിമിഷം കൊണ്ട്. ആ ഭാഗത്ത് ജനമിളകി. ഒരാരവമുയർന്നു. പൂച്ചക്കേസ് കഴിഞ്ഞതോടെ ആളുകൾ പിരിഞ്ഞു പോകാൻ തുടങ്ങി. കാസിമും അനന്തനും വാട്ടർ ടാപ്പിനടുത്ത് ചെന്ന് കൈയും കാലും മുഖവും കഴുകുകയാണ്. ബാബുവും ഈ കർമ്മം അനുഷ്ഠിക്കുന്നുണ്ട്. വെറുതെ ഒച്ചവയ്ക്കുക മാത്രം ചെയ്ത വേറെ ചിലരും ശരീരശുദ്ധീകരണത്തിലാണ്. ഇവിടെ എന്താണ് പറയുന്നത്? അവസാനം അനന്തൻ ഒരു പാന്തോൻ കുടുക്കുമായി വന്ന് പൂച്ചയുടെ കഴുത്ത് ലക്ഷ്യമാക്കി എറിയാണ്. അങ്ങനെ പൂച്ച ഒറ്റച്ചാട്ടം. പേടിച്ചരണ്ട അനന്തനും വെള്ളത്തിൽ. അങ്ങനെ പൂച്ചയും അനന്തനും വെള്ളത്തിൽ നീന്തുകയാണ്. അങ്ങനെ അനന്തൻ്റെ ശ്രമത്തിൻ്റെ ഫലമായിട്ട് കഴുത്തിൽ കുരുക്ക് വീണ പൂച്ച കൊട്ടയിലായി. കാസിം പൊക്കിക്കൊടുന്ന കുട്ടയിൽ നിന്ന് പൂച്ച കരയിലേക്ക് എടുത്തു ചാടി ആൾക്കാരുടെ ഇടയിൽ കൂടെ ഓടി മറഞ്ഞു. നിങ്ങളെല്ലാം യോഗസ്ഥലത്തേക്ക് നടക്കി, ഞങ്ങളിപ്പം വരാം. തോർത്തുകൊണ്ട് കൈ തുടയ്ക്കുന്നതിനിടയിൽ കാസിം പറഞ്ഞു. മുഴുവൻ ആളുകളും ഒഴിഞ്ഞു. കാസിമും അനന്തനും ഞാനും യോഗസ്ഥലത്തെത്തുമ്പോൾ വിജനമായ മൈതാനം. മൈതാനമധ്യത്തിൽ ഒരു പശുക്കുട്ടി അലയുന്നു. സ്റ്റേജിനടുത്ത് ഒരു മൈക്ക് ഓപ്പറേറ്ററും അസിസ്റ്റൻറ്റും മാത്രം. ഞങ്ങൾ അന്തം വിട്ട് നിൽക്കുകയാണ്. കാസിമിൻ്റെ സംഭ്രാന്തിയോടെയുള്ള ചോദ്യത്തിന് മൈക്ക് ഓപ്പറേറ്റർ പറഞ്ഞു. കാസിം കാ, എല്ലാവരുടെ കിണറ്റിലും പൂച്ച വീണിട്ടുണ്ട്. വിളിക്കാൻ ആള് വന്നിട്ട് ഓരോരുത്തരും അവരവരുടെ വീട്ടിലേക്ക് പോയിരിക്കുക. അങ്ങനെ യോഗത്തിൽ പങ്കെടുക്കാൻ വന്ന ആളുകളൊക്കെ ആ കാര്യം മറന്നിട്ട് പൂച്ചയുടെ പുറകെ പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് അർത്ഥങ്ങൾ നോക്കാം. യോഗം, സമ്മേളനം, നിസ്സഹായത, സഹായമില്ലാത്ത അവസ്ഥ, ആവൂല, കഴിയില്ല, വഴി, ഓള്, അവള്, കാണുമായിരുന്നു, കാണുമായിരുന്നു, ജിജ്ഞാസ, അറിയുവാനുള്ള ആഗ്രഹം. ഒച്ച, ശബ്ദം, അപായം, അപകടം, മാടി, മാളം, വേവലാതി, പരിഭ്രമം, അഭയം, ആശ്രയം, പള്ള, വയറ്, കണ്ണാടിക്കുട്ട, വിടവുകളുള്ള ചൂരൽ കുട്ട. അടുത്തത് ആത്മകഥം, സ്വയം പറയുന്നത്, അടക്കം പറയുക, രഹസ്യം പറയുക, സഫലം, ഫലമുള്ളത്, ആത്മരക്ഷാർത്ഥം, സ്വന്തം രക്ഷയ്ക്ക്, ആരവം, ശബ്ദം, സംഭ്രാന്തി, പരിഭ്രമം. ഇനി പാഠപുസ്തകത്തിലെ പ്രവർത്തനങ്ങളാണ്. കണ്ടെത്താം, എഴുതാം. കിണറ്റിൽ വീണ പൂച്ചയെ രക്ഷിക്കാൻ നടന്ന പ്രവർത്തനങ്ങൾ എന്തെല്ലാം? പൂച്ചയെ പുറത്തെടുക്കാനായി ആദ്യം കാസിം ഒരു തൊട്ടി കിണറ്റിലിട്ട് പൂച്ചയെ തൊട്ടിക്കകത്താക്കാൻ ശ്രമിച്ചു. എന്നാൽ ആ ശ്രമം വിഫലമായപ്പോൾ അനന്തൻ തൊട്ടി വാങ്ങി തൊട്ടി കൊണ്ട് പൂച്ചയെ തല്ലുന്ന
രീതിയിൽ ഒരു കൈ നോക്കി. അപ്പോൾ പൂച്ച പിടഞ്ഞ് വെള്ളത്തിൽ വീണു. പിന്നീട് പടിഞ്ഞാറേ വീട്ടിലെ ഖാദർ കണ്ണാടിക്കുട്ടയുമായി എത്തി പൂച്ചയെ കുട്ടയിൽ കയറ്റാൻ നോക്കി. അനന്തൻ ഒരു പാന്തൻ കുടുക്കുമായി എത്തി. അയാൾ കുരുക്ക് പൂച്ചയുടെ കഴുത്ത് ലക്ഷ്യമാക്കി എറിഞ്ഞു. കഴുത്തിൽ കുരുക്ക് വീണ പൂച്ച കുട്ടയിലേക്ക് ചാടി. കാസിം പൊക്കിക്കൊണ്ടുവന്ന കുട്ടയിൽ നിന്നും ആത്മരക്ഷാർത്ഥം പൂച്ച കരയിലേക്ക് എടുത്തു ചാടി. നിമിഷ നേരം കൊണ്ട് പൂച്ച ആൾക്കൂട്ടത്തിനിടയിലൂടെ ഓടിമറഞ്ഞു. കിണറ്റിൽ വീണ പൂച്ചയെ പുറത്തെടുക്കാൻ ഉമ്മ നിർദ്ദേശിച്ച പരിഹാരം എന്ത്? എഴുത്തുകാരനെ പ്രസംഗിക്കാൻ വിളിക്കാൻ വന്ന ആളുകളെ പൂച്ചയെ കിണറ്റിൽ നിന്നും പുറത്തെടുക്കാനുള്ള ദൗത്യം ഏൽപ്പിക്കാമെന്നാണ് ഉമ്മ നിർദ്ദേശിച്ച പരിഹാരം. ഇപ്പോൾ രണ്ടുപേരും നീന്തുകയാണ് പരസ്പരം രക്ഷപ്പെടാൻ. സന്ദർഭം കണ്ടെത്തി എഴുതുക. പൂച്ചയെ കിണറ്റിൽ നിന്നും കയറ്റാനുള്ള ശ്രമത്തിനിടയിൽ അനന്തൻ പാന്തോൻ കുടുക്കുമായി എത്തി പൂച്ചയുടെ കഴുത്ത് ലക്ഷ്യമാക്കി എറിഞ്ഞു. പൂച്ച ഒറ്റച്ചാട്ടം. പേടിച്ചരണ്ട അനന്തനും വെള്ളത്തിൽ വീണു. ഇപ്പോൾ രണ്ടുപേരും നീന്തുകയാണ് പരസ്പരം രക്ഷപ്പെടാൻ. അടുത്തത് എൻ്റെ ഭാഷയിലേക്ക്. ഇന്നെക്കൊണ്ട് ഒന്നിനും ആവൂല, പ്രസംഗിക്കാനല്ലാതെ വേറെന്തറിയാം എനിക്ക്. നിന്റെ പെണ്ണുങ്ങളുണ്ടെങ്കിൽ ഒരു വഴി ഓള് കാണുമായിരുന്നു. എനിക്കാണെങ്കിൽ ശരിക്ക് കണ്ണും പിടിക്കൂല. ഈ കാര്യം നിങ്ങളുടെ പ്രദേശത്തായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും പറയുക? കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി പ്രാദേശിക ഭാഷയിലേക്ക് മാറ്റി എഴുതുക. പ്രാദേശിക ഭാഷയിലേക്ക് എഴുതാൻ പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ എങ്ങനെ പറയാന്ന് വെച്ചാൽ അതുപോലെ എഴുതാം. നിന്നെക്കൊണ്ട് ഒന്നിനും ആവില്ല, പ്രസംഗിക്കാനല്ലാതെ വേറെ എന്താ അറിയാം നിനക്ക്. നിന്റെ പെണ്ണുണ്ടെങ്കിൽ ഒരു വഴി അവൾ കാണുമായിരുന്നു. എനിക്കാണെങ്കിൽ ശരിക്ക് കണ്ണും പിടിക്കില്ല. ഇനി ഇതുപോലെയുള്ള ഉദാഹരണങ്ങൾ പാഠഭാഗത്തുണ്ട്. ആ സന്ദർഭവും അതെങ്ങനെയാണ് നമ്മുടെ പ്രദേശത്ത് സംസാരിക്കണമെന്നുള്ളതും എഴുതിയൊരു മാതൃക ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചു നോക്കാം. അടുത്തത് ഭാവാത്മകമായി വായിക്കാം. അയാൾ തൊട്ടി കിണറ്റിലിട്ട് പൂച്ചയെ തൊട്ടിക്കകത്താക്കാനുള്ള ശ്രമത്തിലാണ്. പൂച്ചയെ നീ രക്ഷപ്പെട്ടോ എന്ന മട്ടിലാണ് ഞങ്ങളെല്ലാവരുടെയും നിൽപ്പ്. പൂച്ചയാകട്ടെ നിങ്ങൾ എന്നെ അപായപ്പെടുത്തുകയാണോ എന്ന മട്ടിലാണ് ഞങ്ങളെ നോക്കുന്നതും ഭയന്ന് ഇടതടവില്ലാതെ കരയുന്നതും. ഈ ഭാഗം ഭാവാത്മകമായി വായിക്കൂ. മികച്ച ഭാവാത്മക വായനയുടെ സൂചകങ്ങൾ വികസിപ്പിക്കൂ. ക്ലാസ്സിൽ ഒരു വായനാ മത്സരം സംഘടിപ്പിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ വീഡിയോയുടെ ആദ്യ ഭാഗത്ത് പാഠഭാഗം വായിക്കുന്നുണ്ട്. അത് നോക്കിയിട്ട് ഈ ഭാഗം എങ്ങനെയാണ് ഭാവാത്മകമായി വായിക്കുക എന്നുള്ളത് മനസ്സിലാക്കുക. അടുത്തത് ശൈലി വിശദീകരിക്കാം. ഇവിടെ ശൈലി കൊടുത്തിട്ടുണ്ട്, വിശദീകരണവും കൊടുത്തിട്ടുണ്ട്. പഠിച്ച പണി 18 നോക്കി, അറിയാവുന്ന എല്ലാ വിദ്യകളും പ്രയോഗിച്ചു നോക്കി വിജയം കണ്ടില്ല. ഈ ശൈലി കളരിപ്പയറ്റ് എന്ന ആയോധന കലയിൽ നിന്നു വന്നതാണ്. പാഠഭാഗത്ത് നിന്ന് കൂടുതൽ ശൈലികൾ കണ്ടെത്തി വിശദീകരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാഠഭാഗത്ത് നിന്ന് ശൈലികൾ കണ്ടെത്തിയിട്ട് എഴുതാണ് ചെയ്യേണ്ടത്. അപ്പോൾ പാഠഭാഗത്ത് വരുന്ന ശൈലികളും അതിൻ്റെ വിശദീകരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചു നോക്കുക. അടുത്തത് സന്ദർഭം കണ്ടെത്താം. ദുർബലരോടും സഹായം ആവശ്യമുള്ളവരോടും അനുതാപപൂർണമായ ഇടപെടൽ ഉറപ്പാക്കുക എന്നത് സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വമാണല്ലോ. കഥയിൽ ഈ കാഴ്ചപ്പാട് പ്രതിഫലിക്കുന്ന സന്ദർഭങ്ങൾ കണ്ടെത്തി എഴുതുക. അപ്പോൾ കഥയിലുള്ള സന്ദർഭങ്ങളാണ് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. മീറ്റിംഗ് തുടങ്ങേണ്ട സമയമായി. ഇനിയിപ്പോൾ പൂച്ചയെ പുറത്തെടുക്കാതെ ആളെ വിളിച്ചിറക്കുന്നത് ശരിയല്ലല്ലോ. അയാൾ തൊട്ടി കിണറ്റിലിട്ട് പൂച്ചയെ തൊട്ടിക്കകത്താക്കാനുള്ള ശ്രമത്തിലാണ്. പൂച്ചയെ നീ രക്ഷപ്പെട്ടോ എന്ന മട്ടിലാണ് ഞങ്ങളെല്ലാവരുടെയും നിൽപ്പ്. പടിഞ്ഞാറേ വീട്ടിലെ ഖാദർ കണ്ണാടിക്കുട്ടയുമായെത്തി. അയാൾ കയറിൽ നിന്ന് തൊട്ടിയഴിച്ച് കുട്ട കെട്ടി കിണറ്റിലിട്ടു.
അടുത്തത്, എൻ്റെ വീട്ടിൽ കുറേയധികം ആളുകളെ കണ്ട് അയൽക്കാരും ഇങ്ങോട്ടേക്ക് വരാൻ തുടങ്ങി. കിണറും പരിസരവും പതുക്കെ ആളുകളെ കൊണ്ട് നിറയുകയായി. അപ്പോൾ ആദ്യം ഈ സന്ദർഭങ്ങൾ എഴുതുക, എന്നിട്ട് തുടർന്ന് ഇത് എഴുതിയാൽ മതി. കഥാകൃത്തിൻ്റെ വീട്ടിലെ കിണറ്റിൽ വീണ പൂച്ചയെ രക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ ആണ് കഥാഭാഗം. കഥാകൃത്തിന് പൂച്ചയെ എങ്ങനെ രക്ഷിക്കും എന്ന് അറിയില്ല. പൂച്ചയെ പുറത്തെത്തിക്കാൻ യോഗത്തിന് കഥാകൃത്തിനെ പ്രസംഗിക്കാൻ വിളിക്കാൻ വന്നവരും നാട്ടുകാരും പരിശ്രമിക്കുന്നു. പൂച്ചയെ രക്ഷിക്കാൻ പല മാർഗങ്ങൾ അവർ പരീക്ഷിക്കുന്നു. ആ പരിശ്രമത്തിന് അവസാനം ഫലം കാണുകയും ചെയ്യുന്നു. സഹജീവികളെ സഹായിക്കുകയും ദുർബലരോടും സഹായം ആവശ്യമുള്ളവരോടും അനുതാപപൂർണമായ ഇടപെടൽ ഉറപ്പാക്കുകയും ചെയ്യുന്ന മനുഷ്യരെ നമുക്ക് ഈ പാഠഭാഗത്ത് കാണാൻ കഴിയുന്നു. അടുത്തത് കാർട്ടൂൺ വിശകലനം ചെയ്യാമെന്നുള്ളതാണ്. ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. കാർട്ടൂൺ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. പൂച്ചയെ കിണറ്റിൽ നിന്നും കയറ്റിയതിനു ശേഷം കാസിമും അനന്തനും കഥാകൃത്തും യോഗസ്ഥലത്ത് എത്തുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഇവിടെ കാർട്ടൂണിൽ കൊടുത്തിരിക്കുന്നത്. വിജനമായ മൈതാനം. സ്റ്റേജിനടുത്ത് ഒരു മൈക്ക് ഓപ്പറേറ്ററെയും അസിസ്റ്റന്റിനെയും കാണാം. തിരക്കും ബഹളവും മാത്രം കണ്ടു ശീലിച്ച മൈക്ക് എന്നെ ഇന്ന് ആർക്കും വേണ്ടേ എന്ന ചോദ്യരൂപത്തിൽ നിൽക്കുന്നതും കാർട്ടൂണിൽ കാണാം. യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയ ആളുകളെല്ലാം പൂച്ചയെ കയറ്റാൻ പോയി. അങ്ങനെ മൈതാനത്തിൽ ആരുമില്ലാതെയായി. എല്ലാവരുടെ കിണറ്റിലും പൂച്ച വീണിട്ടുണ്ട്. വിളിക്കാൻ ആള് വന്നിട്ട് ഓരോരുത്തരും അവരവരുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ് എന്ന് മൈക്ക് ഓപ്പറേറ്റർ പറയുന്നു. ഇന്ന് എല്ലാവരും അവരവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള തിരക്കിലാണ് എന്ന ധ്വനി നൽകുന്നു. അടുത്തത്, ദൃക്സാക്ഷി വിവരണം തയ്യാറാക്കാം. കിണറ്റിൽ വീണ പൂച്ചയെ രക്ഷിക്കുന്ന ഭാഗം ദൃക്സാക്ഷി വിവരണമായി അവതരിപ്പിക്കുക. അക്ബർ കക്കട്ടിൽ എന്ന എഴുത്തുകാരൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കിണറ്റിൽ ഒരു പൂച്ച ചാടിയിരിക്കുകയാണ്. പൂച്ചയെ രക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തൊട്ടടുത്ത മൈതാനത്തിൽ നടക്കുന്ന യോഗത്തിൽ പ്രസംഗിക്കാൻ പോകാൻ ഇറങ്ങുമ്പോഴാണ് കിണറ്റിൽ പൂച്ച വീണ വിവരം കഥാകാരൻ അറിയുന്നത്. കഥാകാരനെ സഹായിക്കാൻ നിരവധി പേരാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. പ്രസംഗിക്കാൻ വിളിക്കാൻ എത്തിയ കാസിം, അനന്തൻ തുടങ്ങിയവരാണ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. തൊട്ടി കിണറ്റിലിട്ട് പൂച്ചയെ തൊട്ടിക്കകത്താനുള്ള ശ്രമത്തിലാണ് കാസിം. എന്നാൽ പൂച്ച തൊട്ടിയിൽ കയറാൻ കൂട്ടാക്കുന്നില്ല. അത് തൊട്ടി അരികിലേക്ക് നീങ്ങിയപ്പോൾ പതുക്കെ തല ഉള്ളിലേക്ക് വലിക്കുകയാണ് ചെയ്യുന്നത്. കാസിമിന്റെ ശ്രമം വിജയിക്കുന്നില്ലെന്ന് കണ്ട് അനന്തനാണ് ഇപ്പോൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കിണറിന് ചുറ്റും അയൽക്കാരും നാട്ടുകാരും നിറയുന്ന കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. പൂച്ചയെ കരയ്ക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ വീണ്ടും തുടരുകയാണ്. ഖാദർ കണ്ണാടിക്കുട്ടയുമായി എത്തിയിട്ടുണ്ട്. പഠിച്ച പണി 18 നോക്കിയിട്ടും പൂച്ച കുട്ടയിൽ കയറുന്നില്ല. ഇതിനകം പൂച്ച പലകുറി വെള്ളത്തിൽ വീഴുകയും മാളം പറ്റുകയും ചെയ്തിരിക്കുകയാണ്. അത് വളരെയധികം ക്ഷീണിച്ചിട്ടുണ്ട്. പൂച്ചയുടെ ശബ്ദവും ക്ഷീണിച്ചിട്ടുണ്ട്. അതോടുകൂടി പല അഭിപ്രായങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടയിൽ കുറച്ച് ചോറും മീനും ഇട്ടുകൊടുത്താൽ പൂച്ച കയറുമെന്നും ഒരു എലിയെ പിടിച്ച് കുട്ടയിൽ കെട്ടിയിട്ടാൽ മതി എന്നുമുള്ള അഭിപ്രായങ്ങൾ എല്ലാം വന്നുകൊണ്ടിരിക്കുന്നു. അവസാന ശ്രമമെന്നോണം അനന്തൻ ഒരു പാന്തോൻ കുടുക്കുമായി എത്തിയിരിക്കുകയാണ്. അയാൾ കുരുക്ക് പൂച്ചയുടെ കഴുത്ത് ലക്ഷ്യമാക്കി എറിയുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും വളരെ ആകാംക്ഷയോടെയാണ് അവിടെ നോക്കിയിരിക്കുന്നത്. പൂച്ച പേടിച്ച് വെള്ളത്തിലേക്ക് ഒറ്റച്ചാട്ടം ചാടിയിരിക്കുകയാണ്. പേടിച്ചരണ്ട അനന്തനും വെള്ളത്തിലാണിപ്പോൾ. രണ്ടുപേരും നീന്തുകയാണ്. അതാ അനന്തൻ ധൈര്യം സംഭരിച്ച് പൂച്ചയുടെ കഴുത്തിൽ കുരുക്കിട്ടിരിക്കുന്നു. കാസിം കുട്ട മുകളിലേക്ക് പൊക്കിക്കൊണ്ടുവരികയാണ്. അതാ പൂച്ച കരയിലേക്ക് എടുത്തു ചാടിയിരിക്കുന്നു. ആൾക്കൂട്ടത്തിനിടയിലൂടെ അത് ആത്മരക്ഷാർത്ഥം ഓടിമറഞ്ഞിരിക്കുകയാണ്. എന്തായാലും പൂച്ചയെ രക്ഷപ്പെടുത്തിയതിൻ്റെ ആശ്വാസത്തിലാണ് എല്ലാവരും.
അടുത്ത പ്രവർത്തനം സംവാദം നടത്താം. എല്ലാവരുടെ കിണറ്റിലും പൂച്ച വീണിട്ടുണ്ട്. വിളിക്കാൻ ആള് വന്നിട്ട് ഓരോരുത്തരും അവരവരുടെ വീട്ടിലേക്ക് പോയിരിക്കുക. ഇവിടെ കഥാകാരൻ കിണറ്റിൽ വീണ പൂച്ചയെ ഒരു പ്രതീകമായാണോ അവതരിപ്പിച്ചിരിക്കുന്നത്? ഇത്തരം പ്രശ്നങ്ങൾ ഒറ്റയ്ക്കാണോ കൂട്ടായിട്ടാണോ പരിഹരിക്കേണ്ടത്? സ്വന്തം വാദമുഖങ്ങൾ യുക്തിപൂർവം സമർത്ഥിച്ച് സംവാദം നടത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കഥയിൽ പൂച്ച കിണറ്റിൽ വീണ പ്രശ്നം ഒരു പ്രതീകമാണ്. ഇവിടെ സംവാദം നടത്തേണ്ട വിഷയം ഒരാൾക്ക് ഒരു പ്രശ്നമുണ്ടായാൽ അതിനെ ഒറ്റയ്ക്കാണോ കൂട്ടം ചേർന്നാണോ പരിഹരിക്കേണ്ടത് എന്നതാണ് സംവാദത്തിൻ്റെ വിഷയം. സംവാദം നടത്തുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ക്ലാസ് 2 ഗ്രൂപ്പായി തിരിയുക. ആദ്യത്തെ ഗ്രൂപ്പുകാർ ഒരു പ്രശ്നം അനുഭവപ്പെടുമ്പോൾ അതിനെ ഒറ്റയ്ക്ക് നേരിടണം എന്ന് ഉള്ളതിനെ സമർത്ഥിച്ച് പറയണം. അതുപോലെ രണ്ടാമത്തെ ഗ്രൂപ്പുകാർ പ്രശ്നം കൂട്ടം ചേർന്നാണ് പരിഹരിക്കേണ്ടത് എന്നുള്ളത് സമർത്ഥിക്കണം. നമ്മൾ ഏത് ഗ്രൂപ്പിലാണോ അതിനെ നമ്മൾ പറഞ്ഞ് സമർത്ഥിക്കുകയാണ് സംവാദത്തിലൂടെ ചെയ്യുന്നത്. അപ്പോൾ 2 ഗ്രൂപ്പുകാർക്കുമുള്ള പോയിന്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചു നോക്കുക. അടുത്ത പ്രവർത്തനം നാടകം കളിക്കാം. കഥ വായിച്ചല്ലോ. കഥയിലെ നാടകീകരണ സാധ്യതയുള്ള സന്ദർഭങ്ങൾ കണ്ടെത്തി നാടകമായി അവതരിപ്പിക്കുക. കഥയിലെ ഒരു ഭാഗം ഇവിടെ നാടകമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കണ്ടു നോക്കുക. കാസിം തൊട്ടി കിണറ്റിലിട്ട് പൂച്ചയെ തൊട്ടിക്കകത്താക്കാനുള്ള ശ്രമത്തിലാണ്. അനന്തൻ: നീ നിൽക്കുന്ന ആ പൊസിഷൻ ഒന്ന് മാറ്റി നോക്കിയാൽ ചിലപ്പോൾ. അയാൾ തൊട്ടി വാങ്ങി തെല്ലപ്പുറത്ത് നിന്ന് ഉത്സാഹം തുടങ്ങി. തൊട്ടി കൊണ്ട് പൂച്ചയെ തല്ലുന്ന രീതിയിൽ ചെയ്യുന്നു. പൂച്ച പിടഞ്ഞ് വെള്ളത്തിൽ വീഴുന്നു. ബാബു: വെള്ളത്തിൽ വീണ് പൂച്ച നേരത്തെ മാടിയിൽ അഭയം തേടിയതാവും. ഇപ്പോൾ വീണ്ടും വെള്ളത്തിൽ വീണു. രോമം വെള്ളത്തിലായിട്ടുണ്ടാവൂന്ന് തീർച്ചയാ. ഉമ്മ: പൂച്ച രോമം വെള്ളത്തിലായാൽ പള്ളവേദനയ്ക്ക് വേറെ എവിടെയും പോണ്ട. ഉമ്മ ബേജാറോടെ പറയുന്നു. അനന്തൻ: കിണറൊന്ന് നന്നായി മുക്കിയാൽ മതി. കഥാകൃത്ത്: അത് വേണോ? ഉമിയോ കരിക്കട്ടയോ കുമ്മായമോ ഇട്ട് ഒന്ന് ശുദ്ധീകരിച്ചാൽ പോരെ? കാസിം: ഇതൊക്കെ ചെയ്യാൻ പൂച്ച കരയ്ക്കെത്തണ്ടേ സർ? ഒരു കണ്ണാടിക്കുട്ട കിട്ടിയാൽ ചിലപ്പം പൂച്ച കയറുമായിരിക്കും. ഇവിടെ കണ്ണാടിക്കുട്ടയുണ്ടോ? വിവരമറിഞ്ഞ കഥാകൃത്തിൻ്റെ കിണറും പരിസരവും പതുക്കെ ആളുകളെ കൊണ്ട് നിറയുകയായി. അടുത്തത് കഥ എഴുതാം. പൂച്ചയാകട്ടെ നിങ്ങൾ എന്നെ അപായപ്പെടുത്തുകയാണോ എന്ന മട്ടിലാണ് ഞങ്ങളെ നോക്കുന്നതും ഭയന്ന് ഇടതടവില്ലാതെ കരയുന്നതും. പൂച്ച പിടഞ്ഞ വെള്ളത്തിൽ വീണു. അത് വേവലാതിയോടെ ഒന്ന് നീന്തി വീണ്ടും മാടിപ്പറ്റി. പൂച്ചയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ഈ കഥ മാറ്റി എഴുതുക. ഇവിടെ ഒരു മാതൃക കൊടുക്കുന്നുണ്ട്, കണ്ടു നോക്കാം. അയ്യോ, ഈ കിണർ ആരാണ് ഇവിടെ കൊണ്ടുവന്നു വച്ചത്? എന്താണ് സംഭവിച്ചത് എന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. ഉയരത്തിൽ നിന്നും ചുവടെ എത്തിയപ്പോഴാണ് കിണറാണെന്ന് അറിയുന്നത്. ആ പാണ്ടൻ നായ എങ്ങാനും എൻ്റെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ, അവനാണ് എന്നെ ഇവിടെ എത്തിച്ചത്. രാവിലെ ഒരു മയക്കത്തിലായിരുന്നു ഞാൻ. കുഞ്ഞമ്മൂൻ്റെ വീട്ടിലെ വിറകുപുരയിൽ കിടന്നുറങ്ങുന്നതിൻ്റെ സുഖം ഒന്ന് വേറെ തന്നെ. പെട്ടെന്നാണ് എന്തോ ഒരു അനക്കം കേട്ട് ഞാൻ തല പൊക്കി നോക്കിയത്. പാണ്ടൻ നായയെ കണ്ടത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഒരു ഓട്ടമായിരുന്നു. ഒരു കുഞ്ഞു മതിലാണെന്ന് കരുതി ചാടിക്കയറിയതാ. കിണറായിരുന്നു എന്ന് പിന്നീടാണ് അറിഞ്ഞത്. ഇപ്പോൾ കിണറിനുള്ളിൽ നിന്നും മുകളിലേക്ക് നോക്കുമ്പോൾ നിറയെ തലകളാണ്. എത്ര ആളുകളാണ് എന്നെ കാണാൻ വന്നിരിക്കുന്നത്. ഇവരെന്നെ രക്ഷിക്കുമോ അതോ കൊല്ലുമോ? എന്തെല്ലാം സാധനങ്ങളാണ് ഇതിനകത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം ഒരു തൊട്ടിയാണ് ഉള്ളിലേക്ക് വന്നത്. അതിൽ കയറിപ്പറ്റണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വല്ലാതെ പേടിച്ചു പോയി വെള്ളത്തിലേക്ക് വീഴുകയും ചെയ്തു. എങ്ങനെയോ ഇവിടെ കയറിയിരിക്കുകയാണ്. അതാ കുട്ടയ്ക്ക് പിന്നാലെ വേറൊരു കുട്ട വരുന്നു. അതൊരു കണ്ണാടിക്കുട്ടയാണ്. എനിക്ക് പേടിയാവുന്നു. ഞാനിതിൽ കയറുന്നില്ല. ഇവിടെ തന്നെ ഇരിക്കാം. എനിക്ക് വളരെ ക്ഷീണിച്ചിട്ട് വയ്യ. അവിടെ ആരോ ചോറും മീനും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഒരാളിവിടെ വിശന്നിരിക്കുമ്പോഴാണോ ഇമ്മാതിരി വർത്താനം? അതാരോ എലിയെപ്പറ്റി പറയുന്നു. എലിയോ മീനോ എന്തേലും ഒന്ന് ഇച്ചിരി കിട്ടിയിരുന്നെങ്കിൽ.
ഈ കൊട്ടയ്ക്കകത്ത് ഒന്ന് നോക്കാം. ഇല്ല, ഒന്നുമില്ല. വെറുതെ ഈ മനുഷ്യന്മാർ പറ്റിക്കുകയാണെന്നേ. എൻ്റെ അമ്മോ, ആരോ ഒരു കുടുക്കും കൈപിടിച്ച് എൻ്റെ നേർക്ക് എറിയുന്നു. എൻ്റെ അമ്മോ, ഞാൻ വീണ്ടും വെള്ളത്തിൽ വീണേ. അയ്യോ, എൻ്റെ കഴുത്തിൽ കുരുക്ക് വീണിരിക്കുന്നു. വേഗം കൊട്ടയിലേക്ക് ചാടാം. കൊട്ട മുകളിലേക്ക് പോകുന്നുണ്ട്. ഞാൻ കരയ്ക്ക് എത്തിയിരിക്കുന്നു. ഇനി ഒന്നും നോക്കണ്ട, ഒറ്റ ചാട്ടം വെച്ചു കൊടുക്കാം. അടുത്തത് ഉപന്യാസം തയ്യാറാക്കാം. യൂണിറ്റിലെ പാഠഭാഗങ്ങൾ വിലയിരുത്തി സമകാലിക സാമൂഹിക പ്രശ്നങ്ങൾ എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക. ഈ യൂണിറ്റിലെ പാഠഭാഗങ്ങളെല്ലാം സമകാലിക സാമൂഹിക പ്രശ്നങ്ങൾ ഉൾക്കൊള്ളുന്നവയാണ്. കുരീപ്പുഴ ശ്രീകുമാറിൻ്റെ ഫാത്തിമത്തുരുത്ത് എന്ന കവിതയിൽ ഒറ്റപ്പെട്ടു കഴിയുന്ന ഒരു കൂട്ടം ആളുകളുടെ ജീവിതത്തെക്കുറിച്ച് പറയുന്നു. അവിടുത്തെ മനുഷ്യരുടെയും ജീവജാലങ്ങളുടെയും ജീവിതത്തെ അദ്ദേഹം ഈ കവിതയിലൂടെ വരച്ചു കാണിക്കുന്നു. രോഗബാധിതരായ ആളുകൾ കഴിഞ്ഞുകൂടുന്ന കൂരകൾ, അനാഥരായ നായകളും പൂച്ചകളും, വേരുണങ്ങിയ കാട്ടുമുല്ലകൾ, തളർന്നു കിടക്കുന്ന കയ്യോന്നികൾ, അങ്ങനെ പോകുന്നു ഫാത്തിമത്തുരുത്തിലെ കാഴ്ചകൾ. പ്രകാശ് ചന്ദ്രൻ രചിച്ച കാട് ആരത് എന്ന കവിതയിൽ കാട്ടിൽ ജീവിക്കുന്ന മനുഷ്യരും മറ്റു ജീവജാലങ്ങളുമാണ് കാടിൻ്റെ യഥാർത്ഥ അവകാശികൾ എന്നും ഇന്ന് കാട് വളരെയധികം മാറിപ്പോയിരിക്കുന്നു എന്നും പറയുന്നു. കാടിൻ്റെ അവകാശികളായ കാട്ടുമനുഷ്യർക്ക് അവരുടെ കാട് നഷ്ടമായിരിക്കുന്നു. കാടിൻ്റെ ഭാഷയും മണവും കഥകളും എല്ലാം അറിയാവുന്നത് കാടിൻ്റെ മക്കൾക്കാണ്. അവരെ മാറ്റി നിർത്തുമ്പോൾ വലിയൊരു സംസ്കാരമാണ് ഇല്ലാതാകുന്നത്. കാടും അതുമായി ബന്ധപ്പെട്ട ഒരു സുന്ദര ലോകവും ഇല്ലാതാകുന്നതിൻ്റെ വേദനയാണ് കവി അവതരിപ്പിക്കുന്നത്. അക്ബർ കക്കട്ടിൽ രചിച്ച കിണറ്റിൽ വീണ പൂച്ചയെ എങ്ങനെ കയറ്റാം എന്ന പാഠഭാഗത്തിന് വളരെയേറെ സാമൂഹിക പ്രസക്തിയുണ്ട്. എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ പ്രവർത്തിക്കുന്നവർ ഇന്ന് വളരെയധികം കുറവാണ്. മാറി നിന്ന് ആദർശം പറയുന്നവരാണ് കൂടുതൽ. എന്നിരുന്നാലും ദുർബലരോടും സഹായം ആവശ്യമുള്ളവരോടുമുള്ള അനുതാപപൂർണമായ ഇടപെടൽ നമുക്ക് ഈ കഥയിൽ കാണാം. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് പരിഹരിക്കുന്ന ആളുകളാണ് കഥയിൽ. കിണറ്റിൽ വീണ പൂച്ചയെ രക്ഷിക്കേണ്ടത് നാടിൻ്റെ ഉത്തരവാദിത്വമായി മാറുന്നത് കഥയിൽ കാണാം.